യെസക്കിയേല് ബാബിലോണിൽ വെച്ച് ഒരു ദർശനം കണ്ടു. ആ ദർശനത്തിൽ യെശയ്യാ കണ്ട പോലല്ല. ദൈവമായ കർത്താവ് ഉന്നതമായ ഒരു സിംഹാസനത്തിൽ ഇരിക്കുന്നു. 4 വശത്തേക്കും തിരിയുന്ന ചക്രങ്ങളുള്ള സപ്താത്മാക്കള് കാവൽ നിൽക്കുന്ന വലിയ ഒരു സിംഹാസനത്തില് യെസക്കിയേൽ കാണുകയാണ് ദൈവമായ കർത്താവ് ഉപവിഷ്ടനായിരിക്കുന്നു. എവിടെ? ദേവാലയത്തിലല്ല, കേബാർ നദിയുടെ തീരത്ത് പ്രവാസികൾ ജീവിച്ചിരുന്ന സ്ഥലത്ത് പ്രവാസികളുടെ കൂടെ യെസക്കിയേൽ കാണുകയാണ് ദൈവം പ്രവാസികളുടെ കൂടെ. ജെറുസലേമിലല്ല. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്? എന്ന് പറഞ്ഞാൽ കൂടെ നടക്കാൻ കൊതിച്ച ഒരു ദൈവം. ഉൽപ്പത്തി പുസ്തകത്തെ വായിക്കും. അവരെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കിയിട്ട് ജീവന്റെ വൃക്ഷത്തിന് കാവലേർപ്പെടുത്തി. 4 വശത്തേക്കും തിരിയുന്ന ചക്രവാളുമായി ക്രോബന്മാർ കാവൽ നിന്നു. ജീവവൃക്ഷത്തിലേക്കുള്ള വഴി അടച്ചു. ഏദൻ തോട്ടത്തിന് വേലി കെട്ടി. ആദവും ഹവ്വയും കണ്ണീരോടെ ഏദന്റെ മണ്ണിൽ നിന്ന് മുഖം പൊത്തി ഇറങ്ങുമ്പോ ബൈബിൾ അറിയാത്തൊരു ശരാശരി വായനക്കാരൻ വിചാരിക്കും ഏദൻ തോട്ടത്തിന്